ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി വീഡിയോസ് ആയിട്ടാട്ടോ. അതായത് നമുക്ക് വല്ല പാർട്ടിക്കോ ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് തലേന്ന് അല്ലെങ്കിൽ 2 ദിവസം മുന്നേ ഒന്നും അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതും അല്ലെങ്കിൽ പാർലറിലൊന്നും പോകാൻ നമുക്ക് ക്യാഷ് ഇല്ല. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് നല്ല ബ്ലീച്ചിട്ട് എഫക്റ്റോടെ നമുക്ക് ഫേഷ്യൽ ചെയ്തെടുത്ത ആ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ഫേസ് അടിപൊളിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ അടുക്കളയിലുള്ള വെറും 2 സാധനങ്ങൾ മതി കേട്ടോ. അതിന് മുന്നേ ആയിട്ട് ഞാൻ എന്നും പറയുന്നത് പോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതിൽ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പം ഞാനൊക്കെ വെറും തുടക്കക്കാരാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് വീഡിയോസായി ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒന്നും നിങ്ങളോട് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഒരു മേഖലയിലല്ല ഞാൻ ചെയ്യുന്നത്. അതായത് ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതായത് ബ്യൂട്ടീഷ്യൻ മേഖല, സ്റ്റിച്ചിങ്, എംബ്രോയ്ഡറി, അതായത് പച്ചക്കറി കൃഷി, അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു വീട്ടമ്മയും കൂടെയാണ്. അപ്പോൾ എല്ലാം കൂടി ചേർന്ന ഒരു കൊച്ചു ചാനൽ എൻ്റെ. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഞാൻ അധികം നീട്ടി വലിച്ചിട്ട് വീഡിയോ കൊണ്ടുപോകുന്നില്ല. അപ്പം ഇതിലെന്ത് സാധനമാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റായിട്ട് നമ്മൾ ഇതിന് വേണ്ടി എടുക്കുന്നത് വാളംപുളി കേട്ടോ. ഇത് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്ത് അതിൻ്റെ ആ ഒരു ഗ്രേവി പോലെയുള്ള സാധനം എടുത്ത് വെച്ചാൽ കേട്ടോ. ഇത് നമ്മുടെ സാമ്പാറിലൊക്കെ ഇടുന്ന ആ വാളംപുളിയില്ലേ, ആ വാളംപുളിയാണ്. ഈ വാളംപുളി നമ്മുടെ സ്കിന്നിന് അടിപൊളി നല്ലൊരു കാര്യം കേട്ടോ. അതായത് ഇതിൽ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ്. വൈറ്റമിൻ എ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സൂര്യപ്രകാശം മൂലം ഉണ്ടാകുന്ന ഡാമേജൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഈ വാളംപുളിയിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ആഴ്ചയിലൊരു 2-3 തവണ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുഖക്കുരുവൊക്കെ വന്നവർക്കുണ്ടല്ലോ, ചെറിയൊരു പോച്ചിലൊക്കെ ഉണ്ടാവും. പിന്നെ എന്താ പറയുക, നമ്മുടെ ഈ സോഫ്റ്റ് സ്കിന്നൊക്കെ ഉണ്ടാവുമല്ലോ, ആ സ്കിന്നുകാർക്കും കുറച്ച് പോച്ചിലൊക്കെ ഉണ്ടാകും. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു വിചാരിച്ചിട്ട് നിങ്ങൾക്കറിയാമല്ലോ ഈ വാളംപുളി അങ്ങനെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടാമത് നമ്മളിതിന് എടുക്കുന്നത് നമ്മുടെ കടലമാവ്. കടലമാവിൻ്റെ ഗുണം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് എല്ലാവർക്കും അറിയാം. നമ്മൾ വെറുതെ പച്ചവെള്ളത്തിൽ തേച്ചാൽ പോലും നല്ലതല്ലേ. അപ്പം ഇതിങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ വാളംപുളിയിൽ ഞാൻ എന്തിടാൻ പോവാ, കടലമാവ് ഇടാൻ പോവാം. അപ്പോൾ ഞാൻ കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. വാളംപുളി, കടലമാവ്, ഇത് ഞാനതിങ്ങനെ മിക്സ് ആക്കാൻ വേണ്ടി എടുത്ത് വെച്ച സാധനം കേട്ടോ. അപ്പം ഞാൻ പറയാം, എൻ്റെ വീഡിയോസ് ചിലപ്പം വലിയ ക്ലിയറോ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവണമെന്നില്ല. ഞാൻ നോർമൽ ഒരു ഫോണിൽ എടുക്കുന്നത്. അപ്പം നിങ്ങളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ എൻ്റെ പുറകെയുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞാൻ പിന്നീടൊക്കെ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ഹെയറൊക്കെ കെട്ടി വന്നേന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടോ. ഇതൊക്കെ ഞാൻ ആ മുഖത്ത് പാക്കിടാൻ പാകത്തിന് കെട്ടിയിട്ട് വന്നതാണേ. കെട്ടിന്നൊന്നും പറയാൻ പറ്റില്ല, ചുറ്റി കെട്ടിയത്. അപ്പം ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ആക്കാൻ പോവാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എത്ര എടുക്കണം എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എത്ര വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ, നമ്മുടെ കാലിന് കൈക്കൊക്കെ നമുക്ക് ഇടാൻ പറ്റും. കാലിന് കൈക്കൊക്കെ ഇടാം. പിന്നെ ഇത് എത്ര കടലമാവ് ചേർക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ മുഖത്തിടാം. ഒരു പേക്ക് നമുക്ക് ഇടണമെങ്കിൽ എത്ര നമുക്ക് ആവശ്യമുണ്ടാവും അത്രയും കൈ കൊണ്ട് തന്നെ ആക്കാമെന്ന് തോന്നുന്നത്. ഇതുണ്ടോ, അതിനനുസരിച്ച് നമ്മൾ ആക്കിയെടുക്കണം. ഇത് പിന്നെന്താ, നല്ലൊരു ഇതുണ്ടോ, എനിക്ക് ഈ ഒരു പരുവത്തിലാണ് ഞാൻ എപ്പോഴും ആക്കുന്നത്. നമ്മുടെ വീട്ടിലൊന്നും ഉള്ളവർക്ക് അധികം ഉപ്പൊന്നുമില്ലാത്ത വാളംപുളിയൊക്കെ മേടിക്കുന്നത്. ഇപ്പം ഞാൻ കടയിൽ നിന്ന് മേടിച്ചാണ്. ഇത് ഞാൻ മിക്കവാറും കാലൊക്കെ കഴുകി കാലിലൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. കൈയൊക്കെ പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നിങ്ങൾ എന്നോട് കമൻ്റായിട്ട് ഇടുവാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്നാ അറിയാം, നമുക്ക് തന്നെ അറിയാം നമ്മുടെ ചേഞ്ചിലുണ്ടെന്ന്. നല്ല സോഫ്റ്റ് ആയിരിക്കും മുഖം. നമുക്ക് ഒരു പ്രാവശ്യം നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞാൻ കുറേ ആയിട്ട് എൻ്റെ സ്കിന്നൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇതിപ്പം നമ്മൾ പിന്നെ നാച്ചുറലായിട്ടുള്ള എന്ത് സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ റിസൾട്ട് പ്രതീക്ഷിക്കരുത്. നമ്മുടെ അതായത് കെമിക്കലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇന്ന് നാളെ ഒരാഴ്ച കൊണ്ടൊക്കെ
നമുക്ക് ചേഞ്ച്. പക്ഷേ ഇതൊക്കെ നാച്ചുറലായ സാധനമാണ്. നമുക്ക് ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല. പിന്നെ നമ്മൾ സ്കിൻ ടൈപ്പ് നോക്കണം. അപ്പം ഇനി പിന്നെ ഞാൻ ഉണ്ടല്ലോ മുഖമൊക്കെ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് വന്നത്. ഇനിയിപ്പം പ്രത്യേകിച്ച് വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ സ്ക്രബ് ചെയ്യുന്നതും ആവി പിടിക്കുന്നതൊക്കെ ഞാൻ ഇടാം കേട്ടോ. അത് എന്തിനാണ് ചെയ്യുന്നത്, എങ്ങനെ ചെയ്യണം, ഏതൊക്കെ ടൈപ്പ് ചെയ്യണം എന്നൊക്കെ ഞാൻ ഇടാവേ. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ വീഡിയോസ് സ്കിപ്പ് ചെയ്ത് കണ്ടൊരു കാണുക. പക്ഷേ എല്ലാവരും എൻ്റെ വീഡിയോസ് പരമാവധി കണ്ടു സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പം ഞാൻ ഇടാൻ പോവാണേ. അപ്പോൾ ഈ കൊച്ചു കൊച്ചു മുടിയൊക്കെ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ഈ ബാൻഡ് ഞാൻ വേറെ കസ്റ്റമർ ഫേഷ്യൽ ചെയ്യുമ്പം അത് വാഷ് ചെയ്യാൻ അവിടെയൊക്കെ ആയിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി വിട്ടുകൊണ്ട് ഞാൻ എൻ്റെ അതില്ല ഇപ്പോൾ. അപ്പം ഞാനിത് അപ്ലൈ ചെയ്യാൻ പോവാണേ. ഇത് ബ്രഷ് കൊണ്ടൊക്കെ നമുക്ക് ചെയ്യാം, വല്ല പ്രൊഫഷണലി ചെയ്യാം. പക്ഷെ നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്ന അത്രയും നമുക്ക് ആ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം ഞാനിത് കൈ കൊണ്ടാട്ടാ ചെയ്യുന്നത്. ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് മസാജ് പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അത് പിടിക്കട്ടെ. പിന്നെ എനിക്കുണ്ടല്ലോ കുറച്ച് തിരക്ക്, എനിക്ക് എവിടേക്കോ പോകാനുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കണ്ണാടി നോക്കിയപ്പോൾ എൻ്റെ മുഖം അയ്യോ എന്തൊരു ബോറായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ ക്യാമറയിൽ അത് അത്രയും ക്ലിയർ ആയിട്ടുണ്ടാവില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കണ്ണിൻ്റെ ആ ഏരിയാസൊക്കെ വിടുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഈ കണ്ണിൻ്റെ താഴെയൊക്കെ ഉണ്ട് നല്ല എന്താ പറയണ്ടേ നൈസായിട്ടുള്ള ഏരിയാസാണ്. അവിടെയൊന്നും നമ്മൾ പരമാവധി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇത് ഈ പുളി ചെറുനാരങ്ങ ഇതൊന്നും നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാത്ത കേട്ടോ നല്ലത്. തക്കാളിയൊക്കെ നല്ലതാണെങ്കിൽ പോലും ഈ ചെറിയ പോച്ചിട്ടുണ്ട് കേട്ടോ. അതായത് കുരുവൊക്കെ ഇവിടെ ഒരു കുരു വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. എന്തോ വാളംപുളിയോ എന്നൊക്കെ നിങ്ങൾ അതിശയിക്കുന്നത്. വാളംപുളി നല്ല സാധനം കേട്ടോ. ഞാനിതൊക്കെ എനിക്ക് തോന്നിയ രീതിയിൽ നിങ്ങളോട് പറഞ്ഞു തരുന്നതല്ല കേട്ടോ. നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ നല്ല ആ മാറ്റം ഉണ്ടാവും ഇത്. പിന്നെ ഇതുണ്ടല്ലോ ഒരു 20 മിനിറ്റ് അതിൽ കൂടെ ഒന്നും വെക്കണ്ട. ഇത് ഒരുപാട് ദിവസം ഇട്ടിട്ട് കട്ടിക്കൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ ആഴ്ചയിലൊരു 2-3 പ്രാവശ്യമൊക്കെ ഇതുപോലെ നമുക്ക് നമ്മുടെ നാച്ചുറലായിട്ട് എന്തെങ്കിലുമൊക്കെ പാക്കിട്ട് നമ്മൾ സോപ്പൊന്നും ഇടാണ്ട് നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും കൊണ്ട് അത് പയറുപൊടിയോ കടലമാവൊക്കെ കൊണ്ട് മുഖമൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിലോ നല്ലൊരു സ്കിന്നാക്കി എടുക്കാൻ പറ്റും, നല്ല ഗ്ലോയിങ് സ്കിൻ. അപ്പോൾ നമുക്ക് ഈ കെമിക്കലിനൊന്നും നമ്മളിങ്ങനെ ചെയ്ത് ശീലിച്ചവർക്ക് പിന്നെ കെമിക്കലൊക്കെ യൂസ് ചെയ്യാൻ പേടിയായിരിക്കും. നമുക്കുണ്ടല്ലോ വെളുക്കുമല്ല വേണ്ട, നമ്മുടെ ഉള്ള സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കി എടുക്കുക, നമ്മളെ ഒരു ആരോഗ്യമുള്ള സ്കിന്നാക്കി എടുക്കുക. പിന്നെ നമ്മൾ മറ്റുള്ളവരെ ആകർഷിക്കണം എന്ന രീതിയിലല്ല, നമ്മളെ സ്നേഹിക്കുന്നു, നമ്മുടെ ശരീരം നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ കെയർ ചെയ്യുന്നു, അല്ലാതെ നമ്മൾ മറ്റുള്ളവരെ ആകർഷിക്കാനോ ബാക്കിയുള്ളവർ നല്ല ഭംഗിയാണ് എന്ന് പറയാനല്ല. ഞാനങ്ങനെ കേട്ടോ, എനിക്ക് കൂടുതൽ ഭംഗിയായിട്ട് നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ സ്വഭാവം, നമ്മൾ മറ്റുള്ള പെരുമാറ്റം, ഇതൊക്കെയാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കുന്നതല്ലേ. നമ്മളിപ്പോൾ എത്ര സുന്ദരിയാണ് എത്ര വെളുത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവം നല്ലതല്ലെങ്കിൽ പോയില്ലേ. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് എല്ലാവർക്കും കൊണ്ട് നല്ലതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും പല സ്വഭാവത്തിലുള്ളത്. അപ്പോൾ നമ്മുടെ മനസ്സാക്ഷിക്ക് നമ്മൾ ഓക്കെയാണ് നമുക്ക് തോന്നണം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിനല്ലേ ഇപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പം ഞാൻ ഇതൊന്ന് കുറച്ച് ഡ്രൈ ആകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. അപ്പം ഇതുണ്ടല്ലോ ഞാൻ വെച്ചിട്ട് ഏകദേശം അരമണിക്കൂറായി, 20 മിനിറ്റിൻ്റെ അരമണിക്കൂറായേ. ഇത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റേതായ കുറച്ച് പണികളൊക്കെ ചെയ്തു. അപ്പം ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ നിന്ന് തന്നെ ഇത് വാഷ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇനി അപ്പുറത്തൊക്കെ പോയി വാഷ് ചെയ്ത് ഞാൻ മേക്കപ്പ് ചെയ്ത് വാങ്ങുന്ന വിചാരിക്കണ്ട. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചെയ്യാൻ പോവാണേ. ഇത് ഞാൻ ഫേഷ്യൽ ടിഷ്യൂ ഇല്ലേ അത് വെച്ചിട്ടാണ് റിമൂവ് ചെയ്യുന്നത്.
മനസ്സിലാവുന്നില്ലേ ചേഞ്ച് നിങ്ങൾക്ക്? ഞാൻ വെളുത്ത് തുടുത്തു എന്നൊന്നും ഞാൻ പറയില്ല. അതായത് ഇത് ഒരു പ്രാവശ്യം തേക്കുമ്പോൾ തന്നെ ഉണ്ട് നമ്മുടെ മുഖം ഭയങ്കര സോഫ്റ്റ് ആവട്ടെ. അതായത് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര നല്ല മിനുസം സോഫ്റ്റ് നല്ലൊരു ബ്രൈറ്റനിങ് കൂടി ഉണ്ടാവും കേട്ടോ മൂക്കിലൊക്കെ കയറി. നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ കറുത്തിട്ടാണ്, ഞാൻ വെളുക്കുന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ നമ്മുടെ മുഖത്തെ വ്യത്യാസം നമുക്ക് എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ട് എനിക്കറിയില്ല. അതെൻ്റെ ക്യാമറയ്ക്കും ഫോണിനൊക്കെ ഒരു പരിധിയുണ്ട്. ഭയങ്കര പൊളി ആയിലേക്ക്. പിന്നെ കുറേ പേര് എൻ്റെ കുറച്ച് എനിക്കിതൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ നേരം ഉണ്ടെന്ന് അറിയും. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ അടുക്കളയിൽ ഒരു പണി എടുക്കുകയാണെങ്കിൽ കുറച്ച് പുളി എടുത്ത് പിഴിഞ്ഞ് സാമ്പാറിന് പുളി എടുക്കുന്ന സമയത്തേക്ക് നമ്മൾ ഓർക്കുന്നത് ആ സമയത്ത് പുളിയൊക്കെ എടുത്ത് കുറച്ച് കടല മിക്സാക്കി മുഖത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ആ കറിക്കെല്ലാം അരിഞ്ഞ് എല്ലാം കഴിയുമ്പോൾ മുഖം കുറച്ചൊരു 10 മിനിറ്റ് 10 മിനിറ്റ് ആ ഉണങ്ങി കിട്ടും. അപ്പാട് നമ്മളത് കഴുകി കളയാം. നമ്മൾ അതിന് വേണ്ടി മെനക്കെട്ടിരിക്കണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് എത്രത്തോളം എൻ്റെ ഈ ഒരു ചേഞ്ച് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം നിങ്ങൾ ആരെങ്കിലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നു. അതായത് എൻ്റെ എന്താണ് വെളുത്ത് തുടുത്തു തക്കാളിപ്പഴം പോലെ ആയെന്നൊന്നല്ല ഞാൻ പറയുന്നത്. ആ കുറച്ച് സമയം കൊണ്ട് അടിപൊളിയായിട്ട് ചേഞ്ച് ആക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരുങ്ങിയൊക്കെ കഴിയുമ്പോണ്ടല്ലോ ഇതിൻ്റെ മാറ്റം നമുക്ക് തന്നെ മനസ്സിലാവും. അപ്പം ഞാൻ ഒരുങ്ങിയിട്ട് എൻ്റെ ആ ഒരു ഫൈനൽ ലുക്കും കൂടെ ഇടാട്ടെ ഇതിൻ്റെ കൂടെ. അപ്പോൾ ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാട്ടെ എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ കാഷ്വലായിട്ടൊന്നും കൂടി ചെയ്വി ചെറുതായിട്ട് ലിപ്സ്റ്റിക് ഇട്ട് കണ്ണെഴുതി, അത്രയേ ഉള്ളൂ. അപ്പം ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരും. അപ്പം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.